ഇതെന്താ മൂപ്പര് കുറച്ച് പരത്തി പറഞ്ഞു, സലാം സലീമി ഒറ്റ വാക്ക് പറഞ്ഞു. ഞാൻ അന്ന് ഇതിന് ഉദാഹരണം പറഞ്ഞു എനിക്ക് തോന്നുന്നത് അല്ലേ? അതിങ്ങനെ പാടത്തിങ്ങനെ വളഞ്ഞു വന്നു, അങ്ങനെ കതിരിട്ടു, അങ്ങനെ കതിരിങ്ങനെ മൂത്തു വന്നു, പിന്നെ അതിങ്ങനെ പാകമായി, അപ്പോൾ കൊയ്തെടുത്തു, പിന്നെ അത് മെതിച്ചു, പിന്നെ അത് വെള്ളത്തിലിട്ടു, അത് പുഴുങ്ങി, പിന്നെ അത് ഉണക്കി, പിന്നെ അത് തൊലിച്ചു, അപ്പോൾ ഒരു കുരു കിട്ടി. എന്തായാലും മനസ്സിലായോ? നേരെ മനസ്സിലായിട്ടില്ലേ? ഇപ്പുറന്ന് ഒരാൾ പറഞ്ഞു, വീടേക്കാരൻ, അല്ല മനുഷ്യങ്ങൾ ഈ പറഞ്ഞതെല്ലാം കൂടി ഇപ്പം എന്താ അരിനെ പറ്റിയല്ലേ ഇപ്പം പറഞ്ഞേ? അതാണ് അരി. ഇത് പറഞ്ഞുണ്ടാക്കി തലക്കെന്ന് ഇങ്ങനെ പറഞ്ഞു ഉരുട്ടിയും പുരട്ടി ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ അതിങ്ങനെ നെല്ല് ഇങ്ങനെ തൊലിച്ചിട്ടുണ്ടായി കിട്ടിയ കുരു. അബ്ദുസ്സലാം സ്വലമി നേരെ പറഞ്ഞു അരി. പറയുമ്പോൾ എന്താവും? ചക്ക പ്ലാവുമല് കായ്ക്കണ കായന്റെ ഉള്ളിൽ ഒരു ചൊല ഉണ്ടാവും, ആ ചൊല തൊലിച്ചാൽ കിട്ടുന്ന കുരു. നമ്മൾ പറഞ്ഞു ചക്കക്കുരു. ഇത്രയേ ഉള്ളൂ. ഇയാൾ പറഞ്ഞെന്തേ? അത് മ്ലേച്ഛത എന്ന് പറഞ്ഞാൽ അതിങ്ങനെ വിസർജന സ്ഥലത്ത് പകരാനിടയുള്ള രോഗങ്ങളിൽ നിന്നുള്ള ശരണം തേടിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. പാദരക്ഷകൾ അണിയണം എന്ന് പറഞ്ഞത് അതിനോട് ചേർത്ത് വായിക്കുമ്പോൾ അത് ഉറപ്പാവും. സലാം സലീം ഒറ്റ വാക്ക് പറഞ്ഞു ബാക്ടീരിയ. എന്താണ് ചെങ്ങായിമാരെ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? എന്തിനാണ് നിങ്ങൾ അബ്ദുസ്സലാം സ്വലമിയുടെ തലേ കയറാൻ നിൽക്കുന്നത്? അതും അബ്ദുറഹ്മാൻ സലഫിയെ പോലെ വലിയ പക്വതയും പാകതയും പാണ്ഡിത്യവും ഉണ്ട് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരാള് അത് പറഞ്ഞത് മോശമായിപ്പോയി. അനസ് മൗലവി പറയുകയാണെങ്കിൽ അവന് ആൾക്കാർ ആ കോലത്തിലേ കാണുള്ളൂ എന്നൊക്കെ. അബ്ദുറഹ്മാൻ സലഫിയൊക്കെ കുറച്ച് ഗൗരവമുള്ള കാര്യം പറയേണ്ട ആളല്ലേ? കാരണം ആ നോമിനേഷന്റെ പേരിലാണെങ്കിലും സംസ്ഥാന സെക്രട്ടറി വരെ ആയിരിക്കുന്ന ആളല്ലേ? ഇങ്ങനെ പറഞ്ഞാൽ മോശമായി. പിന്നെ ഇങ്ങനെ ഇതൊക്കെ തന്നെയാണ് വിഷയത്തിൻ്റെ അവസ്ഥ. പിന്നെ അനസ് മൗലവി കുറച്ച് കടിച്ചു കീറിയിട്ടുണ്ട്. നമ്മളെ കുറേ പേരൊക്കെ ഇട്ടിട്ട് നമുക്ക് എന്താ നിങ്ങൾ എന്ത് പേര് വിളിച്ച് എന്ത് പറഞ്ഞൊന്നും വിഷയമല്ല. ഒറ്റ വിഷയം കൂടി അബ്ദുറഹ്മാൻ സലഫിൻ്റെ വിഷയത്തിൽ പറയാനുണ്ട്. ഈ ഹദീസുകളെക്കുറിച്ച് ഖുർആനെതിര് അതുപോലെ ബുദ്ധിക്കെതിര് എന്ന് കണ്ടൊക്കെ ഹദീസുകൾ തള്ളുകയാണെങ്കിൽ അത് ജൂതന്മാരെ പണിയാണെന്നാണ് മൂപ്പര് പറഞ്ഞത്. ആരാണ് ജൂതൻ എന്നുള്ളതും കൂടി മൂപ്പര് പറഞ്ഞാൽ അത് പൂർത്തിയാവും. നമുക്ക് നോക്കാം ആരാണ് ജൂതൻ. എൻ്റെ കയ്യിലുള്ളത് സഹീഹ് മുസ്ലിമിന് ഇപ്പോൾ അടുത്തിറങ്ങിയിരിക്കുന്ന പരിഭാഷയുടെ ഒരു കോപ്പിയാണ്. അതിൻ്റെ ആമുഖത്തിൻ്റെ ആരൊക്കെ അതിലുള്ളതെന്നറിയോ? എഡിറ്റോറിയൽ ബോർഡ് കെ അബൂബക്കർ സലഫി, പിന്നെ ഒന്ന് സി കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂര്, പിന്നെ ഒന്ന് ചെറിയമുണ്ട അബ്ദുൽ ഹമീദ് മദനി. ഞാൻ മുഴുവൻ വായിക്കണം എന്തിനാ വെച്ചാൽ നമ്മളൊന്ന് വിട്ടുവെന്ന് പറയാനാണ്. പിന്നെ കെ സക്കരിയ സുലാഹി, മറ്റൊന്ന് NB സക്കരിയ സലഫി. ഇതിൽ 3 ഗ്രൂപ്പും 2 ഗ്രൂപ്പില്ലാത്തോ? ആരാ 3 ഗ്രൂപ്പ്? ഒന്ന് അബൂബക്കർ സലഫി, അപ്പുറത്തെ മഹാനായ നേതാവ്, ജാമിയ സലഫിയിലെ അധ്യാപകൻ, അവരുടെ കൂട്ടത്തിലെ ഹദീസ് പണ്ഡിതൻ. മറ്റൊന്ന് കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂര്, അക്കൂട്ടത്തിലെ ഖുർആൻ പണ്ഡിതൻ. മൂന്നാമത്തത് കെ സക്കരിയ സുലാഹി, അക്കൂട്ടത്തിലെ ജിന്നി പണ്ഡിതൻ. 3 പിന്നെ ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനി, മൂപ്പർക്ക് ഒരു ഗ്രൂപ്പില്ല. പിന്നെ NB സക്കരിയ സലഫി എന്ന് പറഞ്ഞാൽ സക്കരിയ മൗലവി അരീക്കോട്, മൂപ്പർക്ക് ഒരു ഗ്രൂപ്പില്ല. എല്ലാവരുടെ സ്റ്റേജിലും പറയാൻ പറ്റിയ കാര്യമാണെങ്കിൽ മൂപ്പര് കയറി പറയും, ഇല്ലെങ്കിൽ പറയില്ല. അത്രേ ഉള്ളൂ. ചെറിയമുണ്ട ആരെ സ്റ്റേജിലും കയറൂല, NB സക്കരിയ 2 സ്റ്റേജിലും കയറും. ഈ 2 വ്യത്യാസമുള്ളൂ. ഏതായിരുന്നാലും ഇതിൽ ഗ്രൂപ്പുള്ള 3 ആളുകളേ ഉള്ളൂ. അത് മുഴുവനും ഒരു ഗ്രൂപ്പാണ്, ഒരേ ഗ്രൂപ്പാണ്, ജിന്നു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പുള്ള ആളുകൾ ഇറക്കിയിരിക്കുന്ന സഹീഹ് മുസ്ലിമിൽ അതിൻ്റെ ഹദീസ് 2-ാം പ്രമാണം എന്ന ഹെഡിങ്ങോട് കൂടി വന്നിരിക്കുന്ന വിഷയത്തിൽ ഹദീസുകളുടെ നിഷേധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെയൊക്കെ എപ്പോഴൊക്കെ ഹദീസ് നിഷേധിക്കാം, എന്തൊക്കെ ഇത് ഞാൻ അന്നൂടെ വായിച്ചു കളിപ്പിച്ചാണ്, പുതിയതൊന്നുമല്ല. പക്ഷേ ഇതിന് ഒരു മറുപടി പോലും പറയാത്തത് കൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്തു പറയുന്നത്. ഒരു മറുപടിയും ഹദീസ് നിഷേധം എന്ന് സലാം സുലമിയുടെ പേരിൽ ഒരുപാട് തവണ ആക്ഷേപിച്ചപ്പോഴും ഇവരുടെ ഹദീസ് നിഷേധത്തെക്കുറിച്ച് ഒരക്ഷരം അവർ പറഞ്ഞിട്ടില്ല. ഞാനവിടെ വായിച്ചു കളിപ്പിച്ചു. ഞാനത് ഒന്നുകൂടി വായിക്കുകയാണ്, നിർവാഹം ഇല്ലാത്തതുകൊണ്ടാണ് വായിച്ചു കളിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് ഈ ഹദീസ്? പിന്നെ ഹദീസിന്റെ വചനങ്ങൾ കണ്ടാൽ തന്നെ അത് വ്യാജമാണോ മൗലൂ ആണോ അല്ലേ എന്ന് മനസ്സിലാക്കാനുള്ള ലക്ഷണങ്ങളും ഹദീസ് പണ്ഡിതന്മാർ കണ്ടെത്തി. അവയിൽ പ്രധാനപ്പെട്ട ചില ലക്ഷണങ്ങൾ കാണുക. ഹദീസ് തള്ളാനുള്ള, ഒഴിവാക്കാനുള്ള, മൗലൂ ആണോ എന്ന് പറയാനുള്ള ലക്ഷണങ്ങൾ. ഒന്നാമത്തെ ലക്ഷണം എന്താ? ഭാഷാ സ്ഫുടത ഇല്ലായ്മ. പ്രവാചകൻ ശുദ്ധവും സ്ഫുടവുമായ അറബി ഭാഷയാണ് സംസാരിച്ചത്. അതിനാൽ ഹദീസ് എന്ന പേരിൽ ഉദ്ധരിക്കപ്പെട്ട വചനങ്ങൾക്ക് ഭാഷാശുദ്ധിയില്ലെങ്കിൽ വ്യാജമാണെന്ന് വിധിക്കപ്പെട്ടു. അപ്പൊ ഇനി ഹദീസുകൾ തള്ളാൻ വളരെ സുഖ. ഓരോ ഹദീസുകൾ നോക്കിയിട്ട് നമ്മളിങ്ങനെ നോക്കുക, ഭാഷാശുദ്ധി ഉണ്ടോ അല്ലേ? ഏത് ഭാഷ സ്വീകരിക്കാം? ഇപ്പോഴത്തെ മോഡേൺ അറബിയാണോ അതല്ല കുറച്ചുകൂടി പഴയ അറബിയാണോ? ഏതാ സ്വീകരിക്കുക? ആലോചിക്കണം. അങ്ങനെ ഭാഷാസ്ഫുടത ഇല്ലാത്ത തള്ളണം. രണ്ടാമത്തത് ആശയപരമായ വൈകല്യം. ഇസ്ലാമിക നിയമസംഹിതകളെല്ലാം തന്നെ ബുദ്ധിക്കും ചിന്തക്കും നിരക്കുന്നതാണ്. അതിനെതിരായി വന്നാൽ
അതിനെതിരായി പറയപ്പെടുന്ന വചനങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഉദാഹരണമായി നൂഹ് നബിയുടെ കപ്പൽ കഅബയെ 7 പ്രാവശ്യം പ്രദക്ഷിണം നടത്തിയ ശേഷം 2 റക്അത്ത് നമസ്കരിച്ചു എന്ന ഒരു വ്യാജവചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ആരോപിക്കപ്പെട്ടു കാണാം. എന്നാൽ ഈ വാക്ക് വ്യാജമാണെന്ന് നിദാന ശാസ്ത്രജ്ഞന്മാർ കേട്ട മാത്രമേ തന്നെ വിധിച്ചു. അപ്പോ ബുദ്ധിക്ക് നിരക്കാത്താണെങ്കിൽ തള്ളണം. അബ്ദുറഹ്മാൻ സലഫി ഇവിടെ പറഞ്ഞ എന്താ? ബുദ്ധിക്ക് നിരക്കാത്ത തള്ളുന്ന സ്വഭാവം ജൂതന്മാരുടെ സ്വഭാവമാകുന്നു. ഇപ്പൊ 3 ജൂതന്മാർ അപ്പുറത്തുണ്ടെന്ന് മനസ്സിലായി. ഞാൻ ആരെങ്കിലും ജൂതൻ എന്ന് വിളിച്ചു പറയണ്ട, ബാക്കി അതിന്റെ ചെലവ് സഹിതം കോസ്റ്റ് സഹിതം അബ്ദുറഹ്മാൻ സലഫിനോട് വാങ്ങിക്കോളുണ്ട്. ഏതായാലും കോടതി കൊടുക്കാൻ കുറെ വേണമല്ലോ, കൂടുതലും കിടക്കട്ടെ. ബുദ്ധിക്ക് നിരക്കാത്തത്, ബുദ്ധിക്ക് യോജിക്കാത്ത തള്ളണം എന്നത് ജൂതന്മാരുടെ കണ്ടുപിടുത്തമാകുന്നു, ജൂതന്മാർ പ്രചരിപ്പിച്ചതാകുന്നു. ആ ജൂതായുസമാണ് ചേകനൂർ ഇവിടെ പ്രചരിപ്പിച്ചത് എന്നൊക്കെ എത്ര ഒച്ചത്തിലാ സംസാരിച്ചത്? അത്ര ഒച്ച വേണ്ടിയിരുന്നില്ല. താങ്കൾ അധികാരം പാടുന്ന ജാമിയ നദവിയയിൽ അധ്യാപകനായ അബൂബക്കർ സലഫിയോട് KK സക്കരിയ സ്വലാഹി അവിടുത്തെ വിദ്യാർത്ഥിയായിരുന്നല്ലോ, ഇപ്പൊ വേറെ സ്ഥലത്താണെങ്കിലും. പിന്നെ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂര്, നിങ്ങൾ പറയുമ്പോൾ അജ്ജിന് പോകാൻ വിധിക്കപ്പെട്ട ആളാണോ ഉപരെ?